വിധിയെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾക്ക് ഈ ഭവനം തന്നെ സാക്ഷിയാണല്ലോ. ഈ നിൽക്കുന്ന ആദ്യത്തിനപ്പുറം അതിന് വേറൊരു ഉദാഹരണം വേണ്ടല്ലോ. ഇതും അങ്ങനെയൊക്കെ ആയിത്തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ പ്രതിവിധിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ ദൈവം നോക്കുമ്പോൾ അനേകായിരം പ്രതിവിധികളുണ്ടാവും. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളൂ, അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകാൻ. സ്വാമിജി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷേ അതിനുള്ള പരിഹാരം അദ്ദേഹം പറഞ്ഞല്ലോ. എന്ത്? ദൈവത്തെ വിളിക്കാനോ? ആർക്കാ അങ്ങനെ പറയാൻ വയ്യാത്തത്? അതിന് ഹിമാലയം കീഴടക്കിയ സ്വാമി തന്നെ വേണമെന്നുണ്ടോ? അതൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ. അത് പിന്നെ ആമി ആരെന്ത് പറഞ്ഞാലും എന്റെ കുഞ്ഞിനൊരു അപകടം വരാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ ആദിയുടെ കുഞ്ഞിന് അപകടം വന്നാൽ നിനക്ക് കുഴപ്പമില്ലല്ലേ? അതാദിയുടെ കുഞ്ഞല്ലല്ലോ. എന്താടേ മിണ്ടാത്ത? ഞാൻ മിണ്ടി ആ നിമിഷം മുത്തശ്ശി ബോധം കെട്ട് വീഴും. അപ്പോ കൂടപ്പുറപ്പിനോട് നിനക്ക് അത്ര സ്നേഹമുള്ളൂ അല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. സ്വന്തം കുഞ്ഞിന്റെ കാര്യം വന്നപ്പോ നീ എല്ലാം മറന്ന് സ്വാർത്ഥയായി അല്ലേ? എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ മുത്തശ്ശി. പക്ഷെ എനിക്ക് നിന്റെ കുഞ്ഞെന്നോ ആദിയുടെ കുഞ്ഞെന്നോ വ്യത്യാസമില്ല. രണ്ടും എന്റെ കൊച്ചുമക്കളുടെ മക്കളാ. രണ്ടും എന്റെ ചോരയാ. എനിക്ക് വേണം അവരെ. വേണമെങ്കിൽ ഞാൻ പറയുന്നത് മുത്തശ്ശി കേൾക്കണം. നീ പറയുന്നതല്ല, അതിനു വേണ്ടി ആര് പറയുന്നതും ഞാൻ കേൾക്കാം. നീ പറ മുത്തശ്ശി, എന്താ വേണ്ടത്? മുത്തശ്ശി, ഇവിടെ ഒന്നിച്ചു നിന്നാലല്ലേ രണ്ടിലൊരു കുഞ്ഞിന് അപകടം വരൂ. അങ്ങനെ സ്വാമിജി പറഞ്ഞോ? പറഞ്ഞു. ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതല്ലേ. എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാൻ ദത്തന്റെ വീട്ടിൽ പോയാ അവിടെ എന്നെ നോക്കാൻ ആരാ ഉള്ളേ? ആമി, പ്രസവം കഴിഞ്ഞാ പിന്നെ ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോളാം. പക്ഷെ അതുവരെ എനിക്ക് മുത്തശ്ശിയുടെ പരിചരണം കിട്ടിയേ പറ്റൂ. പൂജയ്ക്ക് ആ പ്രശ്നം ഇല്ലല്ലോ. അവള് വീട്ടിൽ ചെന്നാലും അവളെ നോക്കാൻ അവിടെ അവളുടെ അമ്മയും വേലക്കാരികളൊക്കെ ഉണ്ടല്ലോ. നീ എന്തായി പറയുന്നേ? ഞാൻ പൂജ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്നോ? പറഞ്ഞയച്ചാലെന്താ? അവളുടെ കുഞ്ഞിന് വേണ്ടി കൂടിയല്ലേ. രണ്ടിലൊരു കുഞ്ഞിന് അപകടം വരുമെന്നല്ലേ സ്വാമി പറഞ്ഞത്. അപ്പൊ ഈ മാറ്റം രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇനി മുത്തശ്ശിക്ക് തീരുമാനിക്കാം, ഞാൻ വേണോ അതോ അവള് വേണോന്ന്. ശരിക്കും അയാള് ദിവ്യനാ. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചുപോയ കാര്യം അയാൾ പ്രവചിക്കില്ലല്ലോ. ആദി, എനിക്കാകെ പേടി തോന്നുക. രണ്ട് കുഞ്ഞുങ്ങളിൽ ഒന്നിന് ആപത്ത് വരുന്ന അയാൾ വെറുതെ പറയില്ലല്ലോ. പൂജ, എല്ലാവരുടെയും എല്ലാ പ്രവചനമൊന്നും നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജൂലൈ 5 വലിയൊരു അപകടം ഉണ്ടാവുമെന്ന് റിയോ തസ്കി പറഞ്ഞിട്ട് എന്തായി? അവര് മുമ്പ് പ്രവചിച്ച ഭൂകമ്പവും സുനാമിയും ഒക്കെ സത്യമായിരുന്നില്ലേ? അതാ പറഞ്ഞത്, എല്ലാം ഒന്നും നടക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കും. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേറെ വഴിയൊന്നുമില്ലല്ലോ. താനിപ്പോ ഈ വീട് വിട്ട് മാറി നിന്നാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. മനുഷ്യന്റെ കയ്യിലല്ലല്ലോ ഒന്നും. തനിക്ക് എങ്ങനെ ഇങ്ങനെ നിസ്സാരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു? ഒരാവേശത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും വീട് മാറണമെന്നൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. തന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാൻ ആദി?
ഞാൻ പറഞ്ഞില്ലേ, താനില്ലാത്തൊരു ജീവിതം. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. തന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. തന്നെ മാത്രമല്ല, തൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയും. തനിക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഈ ഭൂമിയിൽ എനിക്ക് ആരെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെ മാത്രം. പക്ഷെ എന്റെ പേടി അതല്ലടോ. ഈ അവസരം മുതലെടുത്ത് ആമിച്ചേച്ചി എന്നെ പുറത്താക്കുമെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം തനിക്കൊപ്പം ഞാനും ഇവിടെ നിറങ്ങും. കൂടെ കൂട്ടിയതും കഴിച്ച് താലി കെട്ടിയതും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാനല്ല, മരണം വരെ കൂടെ ചേർത്ത് നിർത്തി പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ടാ. ആദ്യം ഇന്നുള്ള ഒരൊറ്റ പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവൾക്കില്ലാത്ത ഒരൊറ്റ സ്വർഗം എനിക്ക് വേണ്ട. നീ എന്താടി ഭാര്യ ഇങ്ങനെ? എങ്ങനെ? അതല്ല, ഈ ഗോമതി ചേട്ട കൂടെ കൂടി നീ എന്തിനാടി ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞ് ജീവിതം കുട്ടിച്ചോറാക്കുന്നേ? ഞാൻ എന്ത് ചെയ്തു ദത്തേട്ടൻ നീ പറയുന്നത്? ആ, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്തറിയുന്നുണ്ടെന്ന്? ദത്തേട്ടൻ ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. ആ സ്വാമിജി വന്നു പോയതിൽ പിന്നെ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല, അറിയുമോ? എന്റെ ആമി, ഇതൊക്കെ ഓർത്ത് എന്തിനാ സമാധാനം കളയുന്നേ? എടീ, മനുഷ്യൻ ജീവിക്കുന്ന ശാസ്ത്രത്തിന്റെ ലോകത്താ. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ അന്ധവിശ്വാസമൊക്കെ എടുത്ത് തലവെക്കോ? എടീ, ഒന്നുമില്ലെങ്കിൽ നീ ഒരു IPS ഓഫീസറുടെ ഭാര്യയല്ലേ? ആ ഒരു ബോധങ്ങൾ നിനക്ക് വേണ്ടേ? എന്നിട്ട് സ്വാമിജി വന്നപ്പോ ഇദ്ദേഹം പഞ്ചപുച്ഛം അടക്കി ആദരിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ആ, അത് പിന്നെ നിന്റെ മുത്തശ്ശിയെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. പ്രായമുള്ള സ്ത്രീയല്ലേ, അവരോട് ശാസ്ത്രം പറഞ്ഞ് തർക്കിച്ച് ഞാൻ എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നത്? എടി, അത് ഗുരുത്വദോഷമാവില്ലേ? അപ്പൊ എന്നോട് തർക്കിച്ച കുഴപ്പമില്ല. അതിന് നീ എന്റെ ഗുരു അല്ലല്ലോ, ഭാര്യയല്ലേ? ഭാര്യമാരോട് എന്തോ ആവാലോ. എന്റെ ആമി, ഈ നേരത്ത് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ സ്വകാര്യത ആഘോഷിക്കുന്നതിന് പകരം എന്തിനാ വെറുതെ? വെറുതെ ഒന്നുമല്ല, എനിക്ക് ഇക്കാര്യം അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാനൊന്നും പറ്റില്ല. ആറ്റുനോറ്റ് 7 വർഷം കൂടി ഉണ്ടായ ഒരു കുഞ്ഞ് എന്റെ വയറ്റിൽ കിടക്കുന്ന, അതിനെന്തെങ്കിലും സംഭവിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അന്ന് എല്ലാ വഴികളും അടഞ്ഞപ്പോ മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തിയപ്പോ ദത്തേട്ടന്റെ ഈ ശാസ്ത്രബോധമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ആ, അത് പിന്നെ നിന്റെ മനസ്സമാധാനത്തിന് ഞാൻ നിന്ന് തന്നല്ലേ. സ്വാമിജി വന്നപ്പോ നിന്നത് മുത്തശ്ശിയുടെ സമാധാനത്തിന്, ഉരുളി കമിഴ്ത്തിയത് എന്റെ സമാധാനത്തിന്. അപ്പൊ ദത്തേട്ടന് സ്വന്തമായിട്ട് ഒരു സമാധാനം ഇല്ലല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? സ്വാമിജി പറഞ്ഞത് ദത്തേട്ടനും കേട്ടില്ലേ? 2 ഗർഭിണികൾ ഇവിടെ ഒരുമിച്ച് നിന്ന് അതിലൊരു കുഞ്ഞിന് അപകടം ഉണ്ടാവുമെന്ന്. അതിന് പൂജ ഇവിടെ നിന്ന് മാറ്റണം. അത് മുത്തശ്ശിയോട് പറഞ്ഞ് ദത്തേട്ടൻ സമ്മതിപ്പിക്കണം. അതിലിപ്പോ എന്തിനാ പൂജ മാറ്റുന്നേ? നമ്മളങ്ങ് മാറിയ പോരെ? നമ്മളെന്തിനു മാറണം? ഇത് എന്റെ വീടല്ലേ? നിന്റെ മാത്രമല്ലല്ലോ, ഇത് ആദിയുടെ കൂടെ വീടല്ലേ? ആദിയുടെ അല്ലേ, പൂജയുടെ അല്ലല്ലോ. നീ എന്തൊരു പൊട്ടത്തരം ആമി ഈ പറയുന്നേ? എന്ത് പൊട്ടത്തരം? പൂജ ആദിയുടെ ഭാര്യയല്ലേ? അതിന്